നമസ്കാരം, ഈവനിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കടുത്ത നടപടി സ്വീകരിച്ചെന്ന വ്യവസായ മന്ത്രി പി രാജീവ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിലാണ് ഗോപാലകൃഷ്ണനെതിരായ നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി. സസ്പെൻഷൻ നടപടി അവസാനത്തേതല്ലെന്നും മറ്റു വശങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന MT പത്മ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലായിരുന്നു അന്ത്യം. മുംബൈയിൽ മകൾക്കൊപ്പമായിരുന്നു ഏറെ നാളായി താമസം. മൃതദേഹം ബുധനാഴ്ച കോഴിക്കോടെത്തിക്കും. കായികമേള അലങ്കോലപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടന്നുവെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. പരാതികളില്ലാതെ മികച്ച സംഘാടനമാണ് ഒളിമ്പിക്സ് മോഡൽ കായികമേളയിൽ ഉണ്ടായത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അജ്മലിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കേസിൽ മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. കേസിലെ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിക്ക് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ തെലുങ്കുദേശം പാർട്ടി നേതാക്കളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ സംവിധായകൻ രാം ഗോപാൽ വർമ്മയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നായിഡുവിന് പുറമെ മകൻ നര ലോകേഷ്, ജനസേന പാർട്ടി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ എന്നിവരുടെ ചിത്രവും രാം ഗോപാൽ വർമ്മ പങ്കുവച്ചിരുന്നു. നായിഡുവിനെയും പവൻ കല്യാണിനെയും അവരുടെ കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് രാംഗോപാൽ വർമ്മയുടേതെന്ന പരാതിക്കാരൻ ആരോപിച്ചു. 2025 മഹാകുംഭമേളയ്ക്ക് ഒരുക്കം പുരോഗമിക്കുന്നതായി ഉത്തർപ്രദേശ് സർക്കാർ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ 220 ഹൈടെക് നീന്തൽ വിദഗ്ധർ 700 ബോട്ടുകളിലായി 24 മണിക്കൂറും ഏർപ്പെടുത്തുമെന്നും സർക്കാർ അറിയിച്ചു. ഗോവ, കൊൽക്കത്ത, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്ത വാട്ടർ പോലീസ് പ്രയാഗ്രാജിലെത്തി. ഞായറാഴ്ച മുതൽ ആർട്ടിക് പ്രദേശത്തു നിന്നുള്ള വായു പ്രവാഹം ആരംഭിച്ചതോടെ ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും ശിശിരകാലത്തിന്റെ ആദ്യ സൂചനകൾ ദൃശ്യമാകുന്നുണ്ട്. എന്നാൽ ഇത്തവണ ശിശിരകാലം നേരത്തെയാകുമെന്നതിൽ വിദഗ്ധർക്കിടയിൽ തന്നെ 2 അഭിപ്രായങ്ങളാണ് ഉള്ളത്. ചില പ്രവചന മാതൃകകൾ കടുത്ത തണുപ്പേറിയ മഞ്ഞു നിറഞ്ഞ ദിനങ്ങൾ പ്രവചിക്കുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ പൊതുവെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. സ്വദേശിവൽക്കരണം കടുപ്പിക്കാൻ ഒരുങ്ങി UAE. IT അടക്കം 14 മേഖലകളിലെ കമ്പനികളിൽ സ്വദേശികളുടെ നിയമനം കർശനമാക്കാൻ ഒരുങ്ങുകയാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ ശക്തവും സുരക്ഷിതവുമായ അമേരിക്കയിലേക്ക് തങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ട്രംപിനും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ അറിയിച്ച നിക്കി ഹേലി. ഐക്യരാഷ്ട്ര സംഘടനയിൽ US അംബാസിഡറായി സേവനമനുഷ്ഠിച്ച സൗത്ത് കരോലൈന മുൻ ഗവർണർ നിക്കി ഹേലിക്കും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപോയോയ്ക്കും തന്റെ ഭരണകൂടത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിക്കി ഹേലി പ്രതികരിച്ചത്. അമേരിക്കയെ പിടിച്ചുകുലുക്കിയ ടൽസ കൂട്ടക്കൊലയെ അതിജീവിച്ചവരിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന 2 പേരിൽ ഒരാളായ ലെസി റാൻഡിൽ തന്റെ 110ാം ജന്മദിനം ആഘോഷിച്ചു. കൊച്ചുമകൻ ഉൾപ്പെടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ജന്മദിനാഘോഷം. ജസ്റ്റിസ് ഫോർ ഗ്രീൻവുഡ് ഫൗണ്ടേഷൻ അവർക്ക് $1000 സമ്മാനമായി നൽകി. ഈവനിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.